താൻ എങ്ങും പോയിട്ടില്ലെന്ന് റാപ്പർ വേടൻ. ഒരു കലാകാരൻ ഒരിക്കലും എവിടെയും പോകില്ല. തന്റെ ഒറ്റ ജീവിതം ജനങ്ങളുടെ മുന്നിൽ ജീവിച്ചു തീർക്കാനാണ് വന്നിരിക്കുന്നതെന്നും വേടൻ പറഞ്ഞു. പത്തനംതിട്ട കോന്നിയിലെ പരിപാടിയിലാണ് ഈ പ്രതികരണം. ആൾക്കാർ വിചാരിക്കുന്നത് വേടൻ എവിടെയോ പോയെന്നാണ്. ഒരു കലാകാരൻ ഒരിക്കലും എവിടെയും പോകുന്നില്ല. ഞാൻ എൻ്റെ ഈ ഒറ്റ ജീവിതം ഈ ജനങ്ങളുടെ മുന്നിൽ ജീവിച്ച് മരിക്കാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, വേടനെതിരായ കേസുകൾ, അതിന് പിന്നാലെ നടന്ന ജാമ്യം, മാത്രമല്ല മാസങ്ങൾക്കിപ്പുറമാണ് ഒരു പൊതുവേദിയിൽ ഈ രീതിയിൽ ഒരു ഷോ ചെയ്യാൻ വേടൻ എത്തുന്നത് എന്നുള്ളതും നമ്മൾക്ക് മനസ്സിലാവുന്നു. എന്താണ് എവിടെയായിരുന്നു ഈ ഷോ? അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വേടൻ സൂചിപ്പിച്ചു? പ്രജിൻ, നേരത്തെ വേടൻ ഒരു NDPS കേസിൽ അറസ്റ്റിലായിരുന്നു. പിന്നാലെ ഒരു പുരുപ്പല്ല് കേസിൽ വേടന്റെ അറസ്റ്റ് റെക്കോർഡ് ചെയ്തിരുന്നു. അതിനുശേഷം വേടൻ തന്നെ ഈ പുതിയ പരിപാടികളിൽ നിന്നൊക്കെ പൊതുവെ വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വീണ്ടും സജീവമായി വരുന്ന ഘട്ടത്തിലാണ് വേടനെതിരെ തൃക്കാക്കര പോലീസ് ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്തത്. അതോടുകൂടി വേടൻ പൂർണ്ണമായും ഒളിവിൽ പോയി എന്നായിരുന്നു പോലീസിന്റെ ഭാഷ്യം. പിന്നീട് വേടൻ ഈ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയിൽ വന്നു. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ അനുവദിച്ചു. നാളെ ഈ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യൽ ഹാജരാകാൻ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ വേടൻ എത്തും എന്നുള്ള അറിയിച്ചിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ വേടന്റെ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം വേടൻ റാപ്പ് വേദിയിൽ വീണ്ടും സജീവമാകുന്നു. അവിടെ വെച്ചാണ് കോന്നിയിൽ നടന്ന പരിപാടിയിലാണ് ഇപ്പോൾ ഒരു പ്രതികരണം വന്നിട്ടുള്ളത്. താൻ എങ്ങോട്ടും പോയിട്ടില്ല, താൻ എവിടെയോ പോയി എന്ന് ചിലർ കരുതുന്നുണ്ട്. പക്ഷെ താൻ എങ്ങോട്ടും പോയിട്ടില്ല, താൻ ഇവിടെ തന്നെ ഉണ്ട്. തന്റെ ജീവിതം നിങ്ങൾക്ക് മുൻപിൽ ജീവിച്ചു തീർക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒന്നും ഒളിക്കാൻ തനിക്കില്ല എന്ന ഒരു പ്രതികരണമാണ് വേടന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒരു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഹർജി ഹൈക്കോടതിയിൽ പരിഗണിക്കുന്ന ഘട്ടത്തിൽ വേടൻ ചില ഗുരുതരമായ കാര്യങ്ങൾ കോടതിയെ അറിയിച്ചിരുന്നു. തനിക്കെതിരെ ഒരു ഗൂഢസംഘം പ്രവർത്തിക്കുന്നുണ്ട്, തനിക്കെതിരെയുള്ള കേസുകളൊക്കെ ഗൂഢാലോചനയുടെ ഭാഗമായി വരുന്നതാണ്, കൂടുതൽ കേസുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വേടൻ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. അതിന്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ ഈ പൊതുവേദിയിൽ അല്ലെങ്കിൽ ഈ പരിപാടിയുടെ വേദിയിൽ നടത്തിയിട്ടുള്ള ഈ പ്രതികരണത്തിന്റെ കൂടുതൽ ഭാഗങ്ങളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൂടി അല്പസമയത്തിനകം തന്നെ ലഭ്യമാക്കാൻ ആകും. എന്തായാലും വേടൻ വീണ്ടും റാപ്പ് വേദിയിൽ സജീവമാകുന്നു. ഒപ്പം കഴിഞ്ഞ കുറച്ച് നാളുകളായി വേടൻ എവിടെയെന്ന ചോദ്യത്തിന് വേടൻ തന്നെ മറുപടി നൽകുന്നു. നാളെ വേടൻ ഈ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകാനിരിക്കുന്നതിന് തൊട്ട് മുൻപാണ് ഇത്തരത്തിലൊരു പ്രതികരണം എന്നും ശ്രദ്ധേയമാണ്. നാളെ രാവിലെ 10 മണിയോടുകൂടി എറണാകുളം തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ വേടൻ എത്തും. വൈകിട്ട് 5 വരെ ചോദ്യം ചെയ്യാൻ കോടതി സമയം അനുവദിച്ചിട്ടുണ്ട്. അറസ്റ്റ് റെക്കോർഡ് ചെയ്യപ്പെട്ടാലും അത് ജാമ്യത്തിൽ വിടണമെന്ന് കോടതിയുടെ നിർദ്ദേശമുണ്ട്. 2021 മുതൽ 2023 വരെയുള്ള കാലയളവിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന യുവതിയുടെ പരാതിയിലാണ് റാപ്പർ വേടനെതിരെ ജൂലൈ 31-ാം തീയതി തൃക്കാക്കര പോലീസ് ബലാത്സംഗത്തിന് കേസെടുത്തത്. പക്ഷേ പിന്നാലെ വേടനെ അറസ്റ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷയെങ്കിലും വേടൻ ഒളിവിൽ പോയി. മുൻകൂർ ജാമ്യാപേക്ഷ ലഭിച്ചു. ഇപ്പോൾ ഈ ജാമ്യം ലഭിച്ച ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ പ്രതികരണം, ഒരു പരസ്യ പ്രതികരണം വന്നിരിക്കുന്നത്. വേടൻ നാളെ ഹാജരാകും പോലീസിന് മുൻപിൽ. പ്രജിത്ത്. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.